എല്ലാവർക്കും നമ്മളെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 10 സബ്സ്ക്രൈബർ ആവാൻ കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ബാക്കിൽ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്റ്റാർട്ടർ ബേസ് വരുന്നത്. ഞങ്ങൾക്ക് കാണിച്ചറ ഇവിടെ ആയിട്ട് നമ്മൾ സ്റ്റാർട്ടർ ബേസ് വരുന്നത്. ഈ സ്റ്റാർട്ടർ ബേസിൻ്റെ ഇങ്ങോട്ട് വന്ന് നമ്മളിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മൈനിങ് ഏരിയയാണ്. കുറച്ച് മൈനിങ് ഏരിയ ഒക്കെ കുറച്ചിങ്ങനെ ആക്കിയിട്ടുള്ളൂ. നമുക്ക് ഓഫ് ക്യാമറയിൽ ഞാൻ കുറച്ച് ചോദിച്ചിട്ട് ആദ്യം സ്പോൺ അവനെ 15 എത്തിക്കട്ടെ. അപ്പോൾ ഇവിടെ ഞാൻ ഒന്നും ചെയ്യണില്ല. ഇവിടെ നമ്മുടെ നെതർ പോർട്ടൽ വരും. അതുകൊണ്ട് ഇവിടെ കോളായിക്കണം, നമുക്ക് ശരിയാക്കണം. 2 ദിവസം വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല, കാരണം ക്ലാസ് ഉണ്ടായതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ വെക്കുക. നമ്മൾ ആദ്യം സ്പോണായിടത്തൊക്കെ ലാവ പൂൾ അങ്ങ് ഉണ്ടീന്ന്. അവിടെ പോയിട്ട് ലാവ എടുത്ത് വന്നിട്ട് വേണം നമുക്ക് ഇവിടെ ഒരു ലാവ പൂൾ ഉണ്ടാക്കി, നെതർ പോർട്ടൽ ഉണ്ടാക്കി വെക്കാൻ. അങ്ങോട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നും കൂടി വെക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒന്നും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും കൂടി വെച്ചേക്കാം. എന്തിനാണ് നമ്മൾ കുളം? നമുക്കൊക്കെ നമ്മൾ കൃത്യത വേണം. ഓക്കെ, ഇവിടെ ഒരു പാത്ത് ബ്ലോക്ക് ആക്കിക്കണ്ട. ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. പിന്നെ എന്താ നമ്മൾ എൻട്രസ് എന്ന് പറഞ്ഞത്, ഇവിടുന്ന് നമ്മൾ കയറി വരുമെന്ന്. അങ്ങനെ നമുക്ക് ഇത് ഫുള്ള് ഒരു പകുതി പണിയായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പകുതി പണിയായിട്ടുണ്ട്. ഇതാണ് ഇത്ര ആയിട്ടുണ്ട്, ഇത്രയൊക്കെ മതി. അതായത് നമ്മൾ അടിയിലേക്ക് കുഴിച്ചിട്ടുണ്ട്. നമുക്ക് മേലൊക്കെ ഉണ്ടാക്കി നമ്മൾ സ്റ്റോറേജ് കാർഡ് മുന്നേക്ക് പോകും, അതുകൊണ്ട് വേണം. അപ്പോൾ ഒന്നുകൂടി ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിനി കുറച്ച് പണികളുണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമുക്ക് വുഡ് ക്രാഫ്റ്റ് പ്ലാങ്ക് ക്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് ഫ്രോസ്റ്റ് പ്ലാങ്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു സ്റ്റാക്കും 18 മതിയെന്ന് നമുക്ക് തോന്നുന്നു. 18. ഇത് പെട്ടെന്ന് നിൽക്കാൻ പറ്റുമോ? പെട്ടെന്ന് നിൽക്കാൻ പറ്റിയ അതിന് മോഡ് കണ്ടുപിടിക്കണം. ഇതിങ്ങനെ നെക്കി കയ്യടിയുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഇനി ഒരു ബ്ലോക്ക് വെച്ച് മറക്കണം. ഇവിടെയും കുറച്ച് ബ്ലോക്ക് വെക്കണം. ഇവിടെ അത്യാവശ്യം നമുക്ക് മാർക്കണം. ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നമ്മൾ ബാക്കിൽ നിന്ന് നെതർ പോർട്ടൽ വരുമ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് കട്ടിയുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ബ്ലോക്ക് കട്ടിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നെതർ പോർട്ടൽ വരുമ്പോൾ അങ്ങോട്ട് കാണും. അപ്പോൾ മാത്രം അങ്ങോട്ട് പ്ലാങ്ക് വെക്കുമ്പോൾ ഇവിടുത്തെ ഇതും പോവും, രസം പോവും. നമുക്കിനി ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വഴി ഉണ്ടാക്കിയിടുക. നമ്മളെ സ്റ്റോറേജൊക്കെ വേണ്ട. നിങ്ങൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗം കണ്ട അവിടെ ഒരു ഡാം ഇട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അവിടെയൊക്കെ ഒരു ഡാം ഇട്ടാണ്. കാരണം ഞാൻ അങ്ങോട്ട് തന്നെ ആദ്യം മൈനിങ് ഏരിയ സെറ്റാക്കാനാണ് വിചാരിച്ചിരുന്നത്. അങ്ങോട്ട് പോയേക്കുമ്പോൾ 2 മലേൻ്റെ ഇടയ്ക്ക് പുഴ ഒഴുകണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടെ ഒരു ഡാം ഇട്ടാണ്. ഡാം ഇപ്പം തന്നെ കിട്ടുമെന്ന് ചെയ്യാ. ഞാനത് പറഞ്ഞു വെച്ചിരുന്നുള്ളൂ ഞാൻ ഡാം കിട്ടുമെന്നുള്ളത്. എന്തും വേണം മുൻകൂട്ടി കാണണം. മുൻകൂട്ടി കാണണം. ഇവിടെ നോക്ക, ഇത് ഫോണ് കളിക്കൊണ്ട്. എൻ്റെ ഫോണാണെങ്കിൽ ചെറിയ ഫോണും. ഓക്കെ, ഇവിടെയും കൂടെ വെച്ചേക്കാം. അതാ ഇവിടെ കുണ്ടാക്കി, അതാ ഇവിടെ ഉണ്ടാക്കി. അതാ ഡെഡ് ബ്ലോക്കും കഴിഞ്ഞ് ഡെർട്ട്. ഇത് എവിടെ കൊണ്ടുവച്ച് ഇങ്ങനെ ഇത് വെക്കണം. ഐറ്റം ഫ്രെയിം വെച്ചിട്ട് ഒക്കെ അടയാളപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഇനി ബ്ലോക്ക് വെച്ചടക്കാം. നമുക്ക് അത് മൊത്തം കഴിഞ്ഞിട്ട് കാണിച്ചു തരാൻ നല്ലത്. പരപ്പണി മൊത്തം കഴിഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ പകുതി വെച്ച് കാണിക്കുന്നത് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അങ്ങനെ വീട് വെക്കാൻ പോകണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് മൊത്തം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരുപാട് സമയമെടുത്തു. ഒരു ദിവസമൊക്കെ എടുത്തുക്കണ്. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസം അധികം കളിക്കാൻ പറ്റിയിട്ടായിരുന്നു. അതുകൊണ്ട് 2ാമത്തെ ദിവസം ഞാൻ എടുത്തു. അതായത് ശനിയാഴ്ച തുടങ്ങി ഞായറാഴ്ച പണി കഴിഞ്ഞ് അങ്ങനെയായി.
കണ്ടാ ഇതാണ് നമ്മളൊരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. ഇവിടെ 2 ബ്ലോക്കുകളിൽ ഞാൻ 3ാമത്തെ ബ്ലോക്ക് ആക്കിയത് കാരണം ഇതൊരു മുഖത്തേക്ക് നീങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണ്. എനിക്കത് തുറന്ന് നോക്കാം. കണ്ടാ അടിയത്തെ ബ്ലോക്ക് ഞാൻ മാറ്റിയിട്ട് കാരണം എനിക്ക് നല്ല രസമുണ്ടായി. കണ്ടപ്പോൾ നല്ല രസം തോന്നി. പച്ചപ്പ് കണ്ടപ്പോൾ ഞാൻ അടിയത്തെ ബ്ലോക്ക് മാറ്റിയിട്ട് ചെയ്യാം. പിന്നെ ഇതൊക്കെ ഇത്ര വലുപ്പമുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ജനാലുണ്ട്, കാറ്റോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ജനാല. പിന്നെ ഇതാണ് നമ്മൾ സ്മെൽറ്റിങ് ഏരിയ. ഇത് സ്മെൽറ്റ് ചെയ്യാൻ സാധനങ്ങൾ വെക്കാനുള്ളത്, കോൾ വെക്കാനുള്ളത്. പിന്നെ എന്താണ് നമ്മൾ സ്മെൽറ്റിങ് ചെയ്യുന്നത്, ഇതത് വെക്കാനുള്ള സാധനവും ഉണ്ട്. ഇത് നമ്മളെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വെക്കാനുള്ള പെട്ടികളാണ്. പെട്ടി ഇത് രണ്ടും, അതായത് അയൺ, ഡയമണ്ട്, അതുപോലെ എമറാൾഡ് വെക്കാനും. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ബെഡ് ഞാൻ എഴുതി കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ വൃത്തിയുണ്ട്. ഞാൻ ഇനി പുറത്തേക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. വേണ്ട പുറത്തേക്ക് വരുമ്പോൾ ഇതിവിടെ ഇങ്ങനെയാണ്. വേണ്ട ഇവിടെ ഞാൻ ചെയ്യട്ടെ. ഇവിടെ നമ്മൾ നെതർ പോർട്ടൽ വരുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അധികം ചെയ്യട്ടെ. നെതർ പോർട്ടൽ വരുമ്പോൾ അവിടെ നല്ല ഡെക്കറേഷൻ ചെയ്യാം. നമുക്കിനി ഈ വാതിലുണ്ട് അടിച്ചേക്കാം. ഓക്കെ, വാതിൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിയാനായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ബൈ.